ഹായ് ഫ്രണ്ട്സ്, അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അൾഡോറ. ഹായ് പറഞ്ഞ കുഞ്ഞ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവ് തന്നെയാണ്. നമ്മൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സജ്ജയിൽ എന്നൊരു സ്ഥലത്താണ്. സജ്ജയിൽ നിന്ന് നമ്മുടെ എന്താ പറയുക, അൽനാദ വരെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾ കാണുക. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക. അപ്പം ഞങ്ങളും വഴിയിലെല്ലാം വർത്തമാനം പറയാം. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് സജ്ജ ഇൻഡസ്ട്രിയൽ ഏരിയ ഒരു ഭാഗമാണ്. നമ്മുടെ നാഷണൽ കേബിൾ സിമെൻറ്റ് ഫാക്ടറി ഒക്കെ അടുത്താണ്. അതിൻ്റെയൊക്കെ അടുത്തായിട്ട് അവിടെ വൈഫ് അവിടെ ജോലി ചെയ്യുന്നത്. വൈഫിൻ്റെ പേര് ബ്രിൻസി. അപ്പം കറി വിട്ടിട്ട് നമ്മൾ പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ യാത്ര തുടങ്ങി. ഈ ഭാഗത്ത് ഇതിപ്പം ഈ കാണുന്ന വണ്ടിയെല്ലാം 611 മോസ്റ്റ്ലി കയറാണ്. നമ്മളിപ്പം ഇത് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ എയർപോർട്ട് റോഡാണ്. എയർപോർട്ട് റോഡെടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായി. കാരണം ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം ഭയങ്കര റഷായിരുന്നു. എല്ലാവരും ഇപ്പം വീട്ടിലോട്ട് പോകുന്ന സമയം, ഇതിപ്പോൾ റമദാൻ ടൈം ആയതുകൊണ്ട് എല്ലാവരും ഇപ്പം വീട്ടിലോട്ട് എത്താനുള്ള തത്രപ്പാടുള്ള ആയതുകൊണ്ട് ഭയങ്കര തന്നെ. അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ റോഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുരുവും. അപ്പം നമ്മളിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 611 വഴി കയറിയിട്ട് വേറെ വഴി കൂടെ പോകാനാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റി ബാക്ക് സൈഡിൽ കൂടെ. എനിക്കൊരു വഴി അറിയാം. ഈ കാണുന്ന മേളിൽ കൂടെ ബ്രിഡ്ജ് പോകുന്നത് 611 ആണ്. 611 ബ്രിഡ്ജാണ്. അപ്പം നമ്മളായി ബട്ടർഫ്ലൈ കയറാണ്. ഇവിടെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിഡ്ജിൻ്റെ 4 സൈഡിലും, ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തുമായിട്ട് 2 സൈഡിലും ഇതുപോലെ റൗണ്ട് ഉണ്ടാവും. അപ്പം മേളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു രൂപം പോലെ മേളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അതിനാണ് ഇത് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ഇങ്ങനെ അത് കയറി കഴിഞ്ഞ് നേരെ പോകുന്നത് 611 ബ്രിഡ്ജിലേക്ക് കയറി റോഡിലേക്ക് കയറി. 611 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഹൈവേ ആണ്. ട്രക്കും ലോറിയും ഒക്കെ മെയിനായിട്ട് പോകുന്ന ഒരു വഴിയാണ്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 120 ദുബൈയിൽ 120 സ്പീഡ് ലിമിറ്റിൽ 20+ വരെ നമുക്ക് പോകാൻ പറ്റും. 20+ പോകാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 140 വരെ അത്യാവശ്യം പോവാം. ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിൽ നമുക്ക് 140 വരെ പോകാം. ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ്. ഉണ്ടല്ലേ, ഇപ്പം ട്രക്കും ഒക്കെയാണ്. നേരെ അബുദാബി അങ്ങോട്ടുള്ള വഴി, ചിലപ്പോൾ ആ സൈഡിലോട്ടാണ് പോകുന്നത്. നമുക്കിപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് റോഡിൽ നിന്ന് റൈറ്റ് എടുത്ത് നേരെ ഷാർജയിലേക്ക് കയറും. അപ്പോൾ ഇവിടെ ലിമിറ്റ് കാണാം, 120 ആണ് ലിമിറ്റ്. വരെ പോകാൻ പറ്റും. ഹോമും സൂക്ഷിക്കണം നമ്മൾ. ഭാഗത്തേക്ക് ഇപ്പം റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഡെവലപ്ഡ് ആവുന്നത്. ഇവിടെ റിയൽ എസ്റ്റേറ്റും ഭയങ്കര ഭൂമി നിൽക്കുന്ന സമയമായതുകൊണ്ട് പുതിയ പുതിയ ബിൽഡിങ്ങുകളും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ റെഗുലർ ടൈമിലൊക്കെ നോക്കുവാണെങ്കിൽ അപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോൾ തിരിച്ച് ഷാർജയ്ക്ക് വരുന്ന വഴിയാണ്. അവിടെ മോസ്റ്റ്ലി ഭയങ്കര റഷ് ആയിരിക്കും, ഭയങ്കര സ്ലോ മോഷൻ ട്രാഫിക് ആയിരിക്കും, സ്ലോ മൂവിങ് ട്രാഫിക് ആയിരിക്കും. ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഷാർജയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് പോകുന്നതുകൊണ്ടാണ് അത്ര തിരക്കറിയാത്തത്. നമ്മളിപ്പോൾ നെക്സ്റ്റ് എക്സിറ്റ് അവിടെ നിന്ന് എടുത്ത് ഷാർജയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അറിയാം, നമുക്ക് കാണാൻ പറ്റും ട്രാഫിക്, ഭയങ്കര ട്രാഫിക്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ചിലപ്പം കാണാൻ സാധ്യത കുറവാകാം, നോക്കാം നമുക്ക്. ഞാനത് കുറവാകുന്ന പ്രതീക്ഷയാണ് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ നേരെ സ്ട്രെയിറ്റ് എയർപോർട്ട്, ഷാർജ എയർപോർട്ട് റോഡ് വഴി തന്നെ പോകേണ്ടി വന്നത്. പിന്നെ ഇവിടെ റോഡിൻ്റെ സൈഡ് ലിമിറ്റ് ക്യാമറ ആയിരിക്കും ഇവിടെ. ഇത് സ്പീഡ് ലിമിറ്റ് കൂടുതൽ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ടോളറൻസ് സ്പീഡിനെക്കാട്ടി കൂടുതൽ 3 യൂണിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ അപ്പോൾ കാശ് അടിക്കും. നമ്മുടെ വെഹിക്കിൾ നമ്പർ പ്ലേറ്റിൽ ഫൈൻ രജിസ്റ്റർ ആയിട്ട് നമുക്കത് ഓൺലൈൻ പോർട്ടലിൽ കൂടെ നമുക്കത് മെസ്സേജ് വരികയോ അല്ലെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇനി അങ്ങനെ ആർക്കെങ്കിലും ഫൈൻ ഉണ്ടെങ്കിൽ അത് ഓൺലൈൻ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള ഇതുണ്ടെങ്കിൽ ഞാൻ അത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അത് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. എനിക്ക് മോസ്റ്റ്ലി എനിക്ക് 2-3 ഫൈൻ വന്നിട്ടുണ്ട്. ഒന്ന് വന്നേക്കുന്നത് മോസ്റ്റ്ലി എനിക്ക് പാർക്കിങ്ങിലാണ് വരുന്നത്, സ്പീഡ് ലിമിറ്റിൽ അങ്ങനെ വരാറില്ല. ഇപ്പോൾ ഈ എക്സിറ്റാണ് നമ്മൾ റൈറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഷാർജയിലേക്ക് കയറും. ഇവിടുത്തെ ഒരു മോസ്ക് ആണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടത്, ഷാർജ മോസ്ക്. റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ തോന്നുന്നു ട്രാഫിക് കുറവാന്ന് തോന്നുന്നു. മോസ്റ്റ്ലി ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ദുബായ് ഭാഗങ്ങളെല്ലാം ഇന്ന് ഓഫായിരിക്കും. വർക്കിംഗ് ഉള്ളത് ചില കമ്പനികൾ മാത്രം ഹാഫ് ഡേ ആയിരിക്കും. ഇപ്പം റമദാൻ ടൈമിംഗ് ആയതുകൊണ്ടും ഹാഫ് ഡേ ആയിരിക്കും. മോസ്റ്റ്ലി ഹോപ്പ് ട്രാഫിക് കുറവായിരിക്കണേ എന്ന്. അല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ ഒത്തിരിലേക്ക് കാണാൻ പറ്റും. ഒന്ന് സ്ട്രെയിറ്റ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് വരെ നമുക്ക് റോഡ് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം ട്രാഫിക് മോസ്റ്റ്ലി കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട്, കാരണം ഒരു ഭയങ്കര തിരക്ക് കാണുന്ന റോഡായിരുന്നു. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് ഇത്രയും ഫ്രീ ആയിട്ടിരിക്കുന്നത്. സജ്ജയിന്ന് ഷാർജ അൽനാദ ആ ഭാഗത്തേക്ക് മാക്സിമം പോയാൽ ട്രാഫിക് ഇല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് എത്താൻ പറ്റും. ട്രാഫിക് ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ഒരു 1:15 അല്ലെങ്കിൽ 1.5 hour എടുക്കും. സജ്ജന് നേരെ അൽനാദ വരെ എത്താൻ.
ഏകദേശം കുറച്ച് ആൾക്കാർക്ക് ഈ റോഡ് ഏതാണെന്ന് മനസ്സിലായി കാണും, ഈ റൂട്ട് ഏതാണെന്ന് മനസ്സിലായി കാണും. ക്യാമറയാണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടത്, ബ്ലാക്കിൽ ഒരു തൂണ് പോലിരിക്കുന്നത്. നമ്മുടെ എല്ലാ എത്ര ഇതുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് അത് ക്യാപ്ചർ ചെയ്യും. റഡാറിന്റെ സിഗ്നലാണ് സിഗ്നൽ കാണിക്കുന്നത്. ഈ ഏരിയ മോസ്റ്റ്ലി വില്ലകൾസ് ആയിരിക്കും, നമ്മുടെ ഫ്ലാറ്റോ അങ്ങനെ വലിയ ബിൽഡിങ്ങൊന്നും ഉണ്ടാവില്ല. മോസ്റ്റ്ലി ഇവിടെ ഫുൾ വില്ലാസും, ഇവിടെ റെന്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. കാരണം വില്ലാസ് ഷെയർ അപ്പാർട്ട്മെന്റ്സ്, ഷെയർ വില്ലാസ് ആയിട്ട് ചില ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോർ ഫുള്ളി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ മൊത്തത്തോട് എടുത്തിട്ട് റെന്റ് ചെയ്യുന്ന ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കോംപ്ലക്സ് ബിൽഡിങ്സ് ആണ്. ചിലപ്പോൾ ചെറിയ കടകൾ, സൂക്കുകൾ, അങ്ങനെ കടകൾ. ഇപ്പോൾ നമ്മുടെ സ്പീഡ് ലിമിറ്റ് ചേഞ്ചായി, അതിൻ്റെ അലേർട്ടാണ് ഈ ലൈറ്റൊക്കെ വെച്ചിട്ട്. ഇപ്പം 120-ന് 100ആയി. 100 എന്ന് പറയുമ്പോൾ നമുക്ക് 100-ൽ പോവാം, +20 പോവാം. 20 എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ട്രാക്കിലായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ട്രാഫിക് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും സ്ലോ ആയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആ ഒരു ബാനർ കാണാം, ഇവിടെ നെയിം പ്ലേറ്റ് ഒക്കെ ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് 4 ഷാർജ 14, അതെല്ലാം ഓപ്ഷന് വേണ്ടി ഇട്ടേക്ക് പോകാം. വേറെ ഒരെണ്ണം 4 144, അതും ഓപ്ഷന് വേണ്ടി ഇട്ടേക്ക് പോകാം. ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു നമ്പർ പ്ലേറ്റ് തന്നെ ഒരു 4 വണ്ടിയുടെ വില ഉണ്ടാവും. ഇവിടെ ഭയങ്കര എന്താ പറയുക, ക്രേസിയാണ്. നമ്പർ പ്ലേറ്റ് നമ്പേഴ്സിന് വേണ്ടി, ഫാൻസി നമ്പേഴ്സിന് വേണ്ടി ഭയങ്കര ക്രേസിനെസ് ഉണ്ട് ആൾക്കാർക്ക്. ചില ആൾക്കാർ മില്യൺസ് വരെ കൊടുത്ത് ഒരു നമ്പർ പ്ലേറ്റ് എടുക്കും. നമ്മളെ ഈ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ഇത് ഡൂമായിട്ട് കാണുന്നതെല്ലാം യൂണിവേഴ്സിറ്റിയും ലൈബ്രറീസും ഗവൺമെൻറ് ബോഡീസിൻ്റെ ബിൽഡിങ്സാണ്. വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഈ റോഡിൽ ഭയങ്കര സുഖമാണ്. എന്ന് വെച്ചാൽ ഇവിടെ മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന എല്ലാവരും ഓട്ടോമാറ്റിക് ഗിയറുള്ള വണ്ടികളാണ്. ഇപ്പോൾ ഈ കാണുന്ന എല്ലാ മോസ്റ്റ്ലി വണ്ടികളും ഫുൾ ഓട്ടോമാറ്റിക് ഗിയർസാണ്. മാനുവൽ വളരെ റെയറാണ്. പിക്കപ്സ് അതുപോലുള്ള വേറെ റോഡ് വണ്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ മാനുവൽ. ബാക്കി എല്ലാ വണ്ടികളും ഓട്ടോമാറ്റിക്കാണ്. അതുപോലെ തന്നെ റോഡും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന റോഡായതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. ഇപ്പം 100-120 സ്പീഡിൽ പോയാലും നമ്മുടെ വണ്ടികൾക്ക് അങ്ങനെ വലിയ ഷേക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓരോ വണ്ടി അനുസരിച്ചും ഇരിക്കും, വണ്ടിയുടെ പവർ അനുസരിച്ചിരിക്കും. ഇവിടെ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖം. നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് റോഡ് ഇങ്ങനെ നല്ലതായിട്ട് പോവുകയാണെങ്കിൽ, സ്മൂത്ത് വണ്ടിയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഓടിക്കാൻ തന്നെ ഒരു എന്താ പറയുക, രസമായിരിക്കും.
പിന്നെ ലിമിറ്റ് ചേഞ്ച് ആയി 100 ഇപ്പോൾ 80 ആയി. ലിമിറ്റ് ചേഞ്ച് ആകുമ്പോൾ റോഡിലും അത് ഹൈലൈറ്റ് ചെയ്യും, റെഡ് കളറിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യും. ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് അത് ശ്രദ്ധിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഇന്ന് ട്രാഫിക് ആയില്ല. നമ്മൾ ഓൾമോസ്റ്റ് ഷാർജയിൽ സിറ്റിയിൽ എത്താറായി. ഔട്ട്സ്കേർട്ടിൽ നിന്ന് നമ്മൾ നേരെ സിറ്റിയിലേക്ക് കയറുക.